ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 57. പുറകോട്ട് പോകുന്നതാണ് പുരോഗമനം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അച്ഛൻ്റെ തലയ്ക്ക് വട്ടാണ് ചിലപ്പോൾ എന്ന് പറയും. പക്ഷേ എൻ്റെ ഈ ടോക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പുറകോട്ട് പോകുന്നതാണ് പുരോഗമനം. നമ്മൾ വിചാരിക്കുന്നത് മുമ്പോട്ട് പോകുന്നതാണ് പുരോഗമനം എന്നാണ്. പക്ഷെ ബൈബിള് പറയുന്നത് പുറകോട്ട് പോകുന്നതാണ് പുരോഗമനം എന്നാണ്. മുൻപോട്ട് പോകുന്ന പുരോഗമനം, മുന്നോട്ടുള്ള ഗമനം, അതാണ് പുരോഗമനം, വികസനം എന്നൊക്കെയാണെന്ന് നമ്മൾ വിചാരിക്കണേ. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? പത്രോസിന്റെ ദേവാലയ പ്രസംഗം, സ്ലീഹന്മാരുടെ നടപടി 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യമാണ്. നമ്മൾ 19 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 20-ാമത്തെ വാക്യം എങ്ങനെയാണ്? എങ്കിൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞ വ്യാഖ്യാനിക്കാൻ ഇച്ചിരി പ്രയാസമാട്ടോ. എങ്കിൽ നമുക്ക് നോക്കാം, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. ഈ സമാശ്വാസത്തിന്റെ കാലങ്ങൾ, ബഹുവചന കാലങ്ങൾ, കാലം എന്നല്ല കാലങ്ങൾ. ഗ്രീക്കില് കൈറോയ് എന്നാണ്. കൈറോസ് ഏകവചനാണ്, കൈറോയ് ബഹുവചനം. കൈറോസ് അതിന്റെ ബഹുവചനം കൈറോയ് ഉപയോഗിച്ചിരിക്കുന്നു. എന്താണ് ഈ കാലങ്ങൾ എന്ന് ബഹുവചനത്തിൽ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്? യേശുവിന്റെ ഭൗമിക ശുശ്രൂഷയുടെ കാലയളവിനെയാണ് സമാശ്വാസത്തിന്റെ കാലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. 3:26 ആ സൂചനയുണ്ട്. യേശുവിന്റെ ഭൗമിക ശുശ്രൂഷയുടെ ആ 3 വത്സരങ്ങൾ. അപ്പൊ കാലങ്ങൾ 3 വത്സരങ്ങൾ കാലയളവ്. ക്രിസ്തുവിന്റെ ഭൗമിക ശുശ്രൂഷയുടെ 3 സംവത്സരങ്ങൾ, 3ഓളം, 2.5 മേലെ. അതാണ് കാലങ്ങൾ എന്ന് പത്രോസ് വിശേഷിപ്പിക്കുന്നത്. അതായത് ദൈവം നിശ്ചയിച്ച മുഹൂർത്തമായിരുന്നു ഈ 3 വർഷത്തോളം ആ കാലങ്ങൾ. ആ കാലങ്ങൾക്ക് ദൃക്സാക്ഷിയായ ആളാണ് പത്രോസ്. അതിനാൽ പത്രോസ് പറയുന്ന കെരിഗ്മ, സുവിശേഷ പ്രഘോഷണം, അതിനോട് പ്രസാദാത്മകമായി പ്രതിസ്പന്ദിക്കണമെന്ന് പത്രോസ് ആഹ്വാനം ചെയ്യാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പാർത്ത് ഭൗമിക ശുശ്രൂഷ ചെയ്തു 3 വർഷത്തോളം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. അങ്ങനെ ഒരു 3 വർഷത്തോളം അവൻ 33 വർഷത്തോളം ഉണ്ടായിരുന്നെങ്കിലും അവസാനത്തെ 3 വർഷമാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട കാലയളവ്. ആ കാലയളവ്, ഭൗമിക ശുശ്രൂഷ കാലയളവ് 3 വർഷത്തോളം. ആ 3 വർഷം എന്ന് പറയുന്നത് മറ്റൊരു കാലവുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് സമാശ്വാസത്തിന്റെ കാലങ്ങൾ എന്ന് ബഹുവചനത്തിൽ പത്രോസ് പറയുന്നത്. ആ 3 വർഷത്തോളം യേശു, ദൈവം മനുഷ്യനായ ആളായി ഭൂമിയിൽ പാർത്ത ആ മനുഷ്യന്റെ കൂടെ പാർത്ത ആളാണ്, ജീവിച്ച ആളാണ് പത്രോസ്. അതുകൊണ്ട് പത്രോസ് പറയുന്ന കെരിഗ്മ, സുവിശേഷ പ്രഘോഷണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോട് ഭാവാത്മകമായി പ്രസാദാത്മകമായി പ്രതിസ്പന്ദിക്കാനാണ് ദൈവാലയ പ്രസംഗത്തിൽ പത്രോസ് ആഹ്വാനം ചെയ്യുന്നത്. ഇത് രേഖപ്പെടുത്തുമ്പോൾ ലൂക്കാസ് നമ്മളോട് എന്താ പറയുന്നത് അറിയാമോ? യേശുവിന്റെ കാലയളവിന്റെ അതുല്യത ഓർക്കണം. ലൂക്കാസ് 2 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ. 3-ാമത്തെ സുവിശേഷം, പിന്നെ സ്ലീഹന്മാരുടെ കാലയളവ്. ഇത് മൊത്തത്തിൽ 2 കൂടി ഒരുമിച്ച് പരിഗണിച്ചാൽ 3 കാലയളവുകളെ കുറിച്ച് ലൂക്കാസ് പറയുന്നു. പ്രവാചകന്മാരുടെ കാലയളവ്, ലൂക്കാസ് 1:5 മുതൽ 3:20 വരെ. യേശുവിന്റെ കാലയളവ്, പിന്നെ സഭയുടെ കാലയളവ്. പ്രവാചകന്മാരുടെ കാലയളവ്, യേശുവിന്റെ കാലയളവ്, സഭയുടെ കാലയളവ്. ഈ യേശുവിന്റെ കാലയളവ് അത് വളരെ പ്രധാനപ്പെട്ടത്. ആ 2.5 വർഷം ദൈവം ഭൂമിയിൽ മനുഷ്യനായി പാർത്തു. അത് ഞാൻ പിന്നെ ആവർത്തിക്കുന്നതിന് കാരണം അതിന്റെ നമ്മൾ കേട്ട് തഴമ്പിച്ചിട്ടുള്ളത് അതിന്റെ ഗൗരവം ഓർക്കുന്നില്ല. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്ത ദിനങ്ങൾ, അത് മറ്റേതെങ്കിലും കാലയളവുമായിട്ട് അതിനെ തുലനം ചെയ്യാൻ പറ്റുമോ? പൊരുത്തപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ആ യേശുവിന്റെ കാലയളവിലേക്ക്, ആ അതുല്യമായ കാലയളവിലേക്ക് നയിക്കുകയായിരുന്നു ആദാമിൽ ആരംഭിച്ച പ്രവാചകന്മാരുടെ കാലയളവിന്റെ ലക്ഷ്യം തന്നെ. യേശുവിന്റെ ആ കാലയളവിന്റെ സജീവ ഓർമ്മയിൽ ജീവിക്കുകയാണ് പത്രോസിൽ ആരംഭിച്ച സഭയുടെ കാലയളവിന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ആ 3 തമ്മിലുള്ള കാര്യം മനസ്സിലായോ? ആദാമിൽ നിന്ന് തുടങ്ങിയ ആ പ്രവാചകന്മാരുടെ കാലയളവ് യേശുവിലേക്ക് നയിക്കുകയാണ്. യേശുവിന്റെ കൂടെയുള്ള കാലയളവിന്റെ സജീവ ഓർമ്മയിൽ ജീവിക്കുകയാണ് പത്രോസിൽ ആരംഭിച്ച സഭയുടെ കാലയളവിന്റെ ലക്ഷ്യം. ഒന്ന് യേശുവിന്റെ കാലയളവിലേക്ക് നയിക്കുന്നു, മറ്റൊന്ന് യേശുവിന്റെ കാലയളവിൽ നിന്ന് ജീവിക്കുന്നു.
യേശുവിന്റെ കാലയളവാണ് കേന്ദ്രത്തിലുള്ളത്. അതുല്യമാണത്, അദ്വിതീയമാണ്, അനന്യമാണ്, ഒന്നുമായിട്ടും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ആ കാലയളവിനെയാണ് രക്ഷയുടെ കാലയളവ് അല്ലെങ്കിൽ സമാശ്വാസത്തിന്റെ കാലയളവ് എന്ന് പത്രോസ് പറയുന്നത്. രക്ഷയുടെ കാലയളവ് അല്ലെങ്കിൽ സമാശ്വാസത്തിന്റെ കാലയളവാണ് യേശു, അതായത് ദൈവം മനുഷ്യനെ ഭൂമിയിൽ പാർത്ത കാലം. ഈ കാലയളവ്, ആ അതുല്യമായ കാലയളവ്, ആ കാലയളവ് മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിലാണ് അതിന്റെ പൂർണ്ണതയിലെത്തുക. യുഗാന്തം, ദൈവം മനുഷ്യനെ ഭൂമിയിൽ പാർത്തപ്പോൾ യുഗാന്തം ആരംഭിച്ചു, അന്ത്യകാലം ആരംഭിച്ചു, ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പക്ഷെ അത് പൂർണ്ണമാകുന്നത് മനുഷ്യപുത്രൻ രണ്ടാമത് തേജസ്സിൽ വരുമ്പോഴാണ്. അപ്പൊ യുഗാന്ത കാലത്താണ്, അന്ത്യകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം ഭൂമിയിൽ പാർത്ത ആ സമയം, സമാശ്വാസത്തിന്റെ കാലയളവ്, രക്ഷയുടെ കാലയളവ്, അതൊരു ദേശത്താണ് സംഭവിച്ചത്. നമ്മൾ പറയുന്ന ഗലീലി തൊട്ട് ജെറൂസലം വരെയുള്ള ആ ദേശത്ത്, പ്രത്യേകിച്ചും ജെറൂസലേമില് ഒരു പ്രത്യേക കാലയളവിലാണ് സംഭവിച്ചത്. AD 30 മുതൽ 33 വരെ. സമാശ്വാസത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഒരു ദേശത്തും ഒരു കാലത്തും സംഭവിച്ചതാ. ദേശം എന്ന് പറയുന്നത് മുഖ്യമായും ജെറൂസലേം, നസറത്തോട്ട് ജെറൂസലം വരെ കൂട്ടിക്കോ. ബേത്ലഹം, ജെറൂസലം, ബേത്ലഹം താഴെ തെക്ക്, നാസറത്ത് വടക്ക്, അതിന് ഈ ബേത്ലഹമിന് കുറച്ച് അപ്പുറത്താണ് ഈ പറഞ്ഞ ജെറൂസലേം, ബേത്ലഹമിന് കുറച്ച് വടക്ക്. അപ്പൊ നമുക്ക് നസറത്ത്, ബേത്ലഹം, ജെറൂസലം ഇങ്ങനെ കൂട്ടുക. മുഖ്യമായും ജെറൂസലത്ത് ഈ അവിടെ ആ ദേശത്ത് സംഭവിച്ചത്, ആ കാലത്ത് സംഭവിച്ചത്, അതാണ് നമ്മുടെ രക്ഷ, നമ്മുടെ സമാശ്വാസം. ആ ദേശത്തിലേക്കും കാലത്തിലേക്കും നോക്കുന്നതിനെയാണ് ബൈബിള് കിഴക്കോട്ട് നോക്കുന്ന പറയണേ. കിഴക്കോട്ട് നോക്കുക പറഞ്ഞാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്ത ആ ദേശത്തിലേക്കും ആ കാലത്തിലേക്ക് നോക്കുന്ന, ചരിത്രത്തിൽ സംഭവിച്ച കാലത്തിലേക്കും ദേശത്തിലേക്കും നോക്കുക. അതിനെയാണ് കിഴക്കോട്ട് നോക്കുക പറയണേ. കിഴക്കോട്ട് നോക്കുന്ന ഉടനെ തന്നെ സൂര്യനെ നോക്കാനല്ല പറയുന്നത്. രക്ഷ, സമാശ്വാസത്തിന്റെ കാലയളവിലേക്ക്, രക്ഷയുടെ കാലയളവിലേക്ക്. ആ രക്ഷയുടെ കാലയളവ് ഇങ്ങനെ ശൂന്യാകാശത്തായിരുന്നില്ല, ഭൂമിയിലെ ഒരു സ്ഥലത്തായിരുന്നു, ഒരു കാലത്തായിരുന്നു. ആ കാലത്തിലേക്കും ആ സമയത്തേക്കും തിരിയുന്നതിനെയാണ് ദൈവശാസ്ത്ര പ്രയോഗം. അതിന്റെ ദൈവശാസ്ത്ര പ്രയോഗമാണ് കിഴക്കോട്ട് തിരിയാൻ. ദൈവോന്മുഖം കിഴക്കോട്ട് തിരിയാന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുകയാണ്, പ്രധാനപ്പെട്ട ഒരു ഉത്തരം കിട്ടുകയാണ്. എന്താണെന്നറിയാമോ? ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. നിങ്ങൾ ഊഹിച്ചാൽ ചിലപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഒന്ന് സങ്കല്പിച്ചാൽ, നിങ്ങളൊരു വള്ളത്തിലിരിക്കുക, വള്ളം കൈകൊണ്ട് തടയുന്നൊരു വള്ളം എന്ന് വിചാരിക്കുക. എന്നിട്ട് വെള്ളം ഇങ്ങനെ ഇല്ലേ അങ്ങോട്ട് തുഴയുക, അതായത് എതിർദിശയിൽ ഇങ്ങനെ തുഴയുക, വെള്ളം ഇങ്ങനെ തുഴയുക. അപ്പോൾ വള്ളം എവിടേക്ക് പോകും? പുറകോട്ട് പോകും. ഈ യേശു കുരിശിൽ വെച്ച യെറൂസലത്ത് ആ കുരിശിലേക്ക് നോക്കി നമ്മളിരിക്കുന്ന നമ്മുടെ ജീവിത നൗക ഇങ്ങനെ തുഴയുക. കണ്ണെടുക്കുന്നില്ല, കണ്ണ് ക്രിസ്തുവിൽ നിന്ന് എടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് തുഴയുമ്പോൾ നമ്മൾ പുറകോട്ടാണ് പോകുക. പക്ഷെ നമ്മുടെ കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സ്ലീവായിലാണ് കണ്ണ്. സ്ലീവായിൽ നിന്ന് കണ്ണെടുക്കാതെ ജീവിത നൗക ഇങ്ങനെ തുഴയുമ്പോൾ നമ്മൾ പുറകോട്ടാണ് പോകുക. പക്ഷെ അത് ഒമേഗ പോയിന്റിലായിരിക്കും. പക്ഷേ ഭൂതകാലത്താണ് കണ്ണ് നട്ടിരിക്കുന്നത്. ഭൂതകാലത്തിലെ സംഭവത്തില്, സമാശ്വാസത്തിന്റെ കാലയളവില്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ രക്ഷയുടെ കാലയളവിൽ നിന്നും കണ്ണെടുക്കാതെ, യേശുവിൽ നിന്ന് കണ്ണെടുക്കാതെ ജീവിതയാനം ഇങ്ങനെ തുഴയുമ്പോൾ നാം പുറകോട്ട് പോകുന്നു. ആ പുറകോട്ടുള്ള പോക്ക്, യേശുവിൽ നിന്ന് കണ്ണെടുക്കാതെയുള്ള പുറകോട്ടുള്ള പോക്കാണ് പുരോഗമനം എന്ന് ബൈബിള് പറയുന്നത്. അത് ഒമേഗ പോയിന്റിലേക്കാണ് പോകുന്നത്. പക്ഷെ ആൽഫയിൽ നിന്നും കണ്ണെടുക്കുന്നില്ല. ഞാൻ ആൽഫയും ഒമേഗയുമാണ് എന്ന് ദൈവപിതാവിനെ കുറിച്ചും പുത്രൻ തമ്പുരാനെ കുറിച്ചും വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ആൽഫ എന്ന് വെച്ചാൽ ആരംഭം. അതിൽ നിന്ന് കണ്ണെടുക്കാതെ ഒമേഗയിലേക്ക് പോകുക, അതിന് ഇങ്ങനെ തുഴയണം. അതാണ് പുരോഗമനമായിട്ട് ബൈബിൾ കാണുന്നത്. പുറകോട്ട് പോകുന്നതാണ് പുരോഗമനം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോഴും ഈ ദിശ നിലനിർത്തണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പടിഞ്ഞാറിനും തെക്കിനും വടക്കിനും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് കിഴക്കിനുണ്ട്. എന്താണ്? ഉദയസൂര്യന്റെ ദിശയാണത്. അപ്പൊ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും രക്ഷാചരിത്രത്തോടും സമാശ്വാസത്തിന്റെ കാലയളവിനോടും ദൈവത്തിന്റെ മനുഷ്യാവതാരത്തോടൊക്കെ നീതി പുലർത്തുന്ന ഒരേ ഒരു ദിശയേ ഉള്ളൂ. പ്രകൃതിയും
പ്രപഞ്ചവും ദൈവശാസ്ത്രവും വിശ്വാസവും ചേരുന്ന ഒരു ദിശയുള്ളൂ. മറ്റൊരു ദിശയ്ക്കും ഇതെല്ലാം കൂടി ചേരില്ല. അപ്പോൾ മറ്റൊരു ദിശയ്ക്കുമില്ലാത്ത പ്രാധാന്യം കിഴക്കിനുണ്ട്. പ്രപഞ്ചവും രക്ഷാചരിത്രവും ഒന്നിച്ചു ചേരുന്ന ഒരേ ഒരു ദിശ കിഴക്കാണ്. നമുക്ക് ശരിക്കും പാലസ്തീന പടിഞ്ഞാറാണ്. പക്ഷെ അതല്ല നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ കിഴക്കെന്നുള്ള അർത്ഥത്തിലാണ്. പ്രപഞ്ചത്തിന്റെ കിഴക്കെന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഇന്ത്യക്കാരുടെ ഇന്ത്യയിൽ നോക്കിയാൽ പാലസ്തീന പടിഞ്ഞാറാണല്ലോ, ആ അർത്ഥത്തിലല്ല. പ്രപഞ്ചത്തിന്റെ കിഴക്ക് അത് തന്നെയാണ് രക്ഷയുടെ ദിശ. ആ അർത്ഥത്തിലാണ് ബൈബിള് കാണുന്നത്. അപ്പോ കിഴക്കോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനെ നോക്കുന്ന അല്ല അർത്ഥം. പ്രപഞ്ചത്തിന്റെയും രക്ഷാചരിത്രത്തിന്റെയും ദിശ ഒന്നായിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുക. അതായത് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വസിച്ച സമാശ്വാസത്തിന്റെ കാലയളവിലേക്ക്, സമാശ്വാസത്തിന്റെ ദേശത്തേക്ക്, സമാശ്വാസത്തിന്റെ രക്ഷയുടെ ആ കാലദേശങ്ങളിലേക്ക് നോക്കുന്നതിനെയാണ്, നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നതിനെയാണ് പുരോഗമനം, വികസനം എന്നൊക്കെ ബൈബിൾ വിളിക്കുന്നത്. വളരെ ഗംഭീരമായ സന്ദേശമാണ് പത്രോസ് പറയണേ. അപ്പോൾ പിന്നത്തെ വാചകം, മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ഭാവിയിൽ സംഭവിക്കാൻ കാര്യം പോലെയാണ് പത്രോസ് സംസാരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് സമാശ്വാസത്തിന്റെ കാലങ്ങൾ വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. അപ്പോ ഇനിയും കർത്താവിനെ അയച്ച് ദൈവം മനുഷ്യനായി വന്ന് മരിച്ച് കൊല്ലപ്പെട്ട് അടക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോഴാണ് പത്രത്തെ പ്രസംഗിക്കണേ. അപ്പൊ പത്രത്ത് പറയും ഇനിയും അയക്കും എന്ന് വെച്ചാൽ എന്താ? ഇതെങ്ങനെ മനസ്സിലാക്കാം? പിതാവായ ദൈവം തന്റെ ഏകജാതനായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗാരോഹണത്തിനോട് തന്റെ വലത്തെ ഭാഗത്ത് ഇരുത്തുകയും ചെയ്തുകൊണ്ട് അവനെ കർത്താവും ദൈവമാക്കി വെച്ചു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം നമ്മൾ കണ്ടതാണ്, 2-ാമത്തെ അധ്യായം 32-36. എങ്കിലും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ട സമയം വരെ, അത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ സ്ലീഹന്മാരുടെ നടപടി 3:21. സ്വർഗം ഈ ക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ട സമയം വരെ, അതായത് അവസാനത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്നത് വരെ, 1 കൊരിന്തോസ് 15:24-26, ക്രിസ്തു അവന്റെ തന്റെ വീണ്ടെടുപ്പ് ജോലി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ. ദൈവം തന്റെ ഏകജാതനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗാരോഹണത്തിലൂടെ തന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തി അവനെ കർത്താവും രാജാവും ഒക്കെ ആയിട്ട് വാഴിച്ചു. എങ്കിലും സ്വർഗം അവന് കൈക്കൊള്ളേണ്ട സമയം എന്ന് പറയുന്നത് ഈ മരണം, നരകം എന്ന് പറയുന്ന അത് നീങ്ങിപ്പോകുന്ന അവസാനത്തെ ശത്രു അതാണ്. അത് നീങ്ങിപ്പോകുന്നത് വരെ ക്രിസ്തു തന്റെ വീണ്ടെടുപ്പ് ജോലി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട്. ഭൂതകാലത്ത് നടന്ന സംഭവങ്ങളും ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളും തമ്മിൽ പത്രോസ് ബന്ധിപ്പിക്കുക. കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, സ്വർഗത്തിലേക്ക് ഉയർത്തി രാജാവും കർത്താവുമായിട്ട് വാഴിച്ചു. പക്ഷെ അവൻ ഈ രക്ഷാപ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വരും അവൻ. അപ്പോ ഭൂതത്തിൽ നടന്നു, ഭാവിയിൽ വരും. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് പത്രോസ്. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കർമ്മം ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോവുക എന്ന മഹത്തായ കാര്യമാണ് ക്രിസ്തു സഭയിലൂടെ ചെയ്യുന്നത്. സഭയ്ക്ക് ചെയ്യാനുള്ളത് അതാണ്. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കർമ്മം ലോകാവസാനം വരെ തുറന്നു കൊണ്ടുപോവുക എന്ന മഹത്തായ കാര്യമാണ് കത്തോലിക്ക സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കാരണത്താൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുവുമായി ഇപ്പോൾ നമ്മൾ നടത്തുന്ന കൂടിക്കാഴ്ചയെ സമാശ്വാസത്തിന്റെ കാലങ്ങളെന്ന് വിളിക്കാം. കാരണം ആ ക്രിസ്തുവിന്റെ, അതായത് രണ്ടാമത് വരാനിരിക്കുന്ന ക്രിസ്തു സമയത്തിനുള്ളിൽ ഇടയ്ക്ക് അവന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആഗമനത്തിന് ഇടയ്ക്ക് നമ്മിലേക്ക് വരുന്നതാണ് കൂദാശകളിലൂടെ. അപ്പോൾ സമാശ്വാസത്തിന്റെ കാലങ്ങൾ എന്ന് പറയുന്നത് കൂദാശകളിലൂടെ നമ്മൾ അവനെ സ്വീകരിക്കുന്ന കാലമാണ്. അപ്പോൾ എല്ലാം യഥാസ്ഥാനത്താക്കുന്ന സമയങ്ങളായി മാറുകയാണ്. അടുത്ത വാക്യത്തിൽ അതാ പറയണേ, സ്ലീഹന്മാരുടെ നടപടി 3:21. എല്ലാം യഥാസ്ഥാനത്താക്കുന്ന സമയങ്ങളായി മാറും ഈ കൂദാശകള്. യേശുവിന്റെ ഭൗമിക ജീവിത കാലയളവിൽ അവനെ കാണാനും സ്പർശിക്കാനും അവസരം ലഭിച്ച ശിഷ്യന്മാരുടെ ഭാഗ്യം എല്ലാ തലമുറകളുടെ ശിഷ്യന്മാർക്കും വാഗ്ദാനം ചെയ്തിരിക്കുക. അന്ന് പത്രോസിനെ കർത്താവിനെ തൊടാൻ പറ്റി, കർത്താവ് നേരിട്ട് കാണാൻ പറ്റി. പക്ഷെ അങ്ങനെ തൊടാനും കാണാനും പറ്റിയാലും യേശു മനുഷ്യരൂപത്തിലായിരുന്നു, ദൈവരൂപത്തിലല്ലല്ലോ, മനുഷ്യരൂപത്തിലാണ്. ഇപ്പോ നമുക്ക് കർത്താവിനെ തൊടാനും കാണാനും പറ്റും അപ്പത്തന്റെ രൂപത്തില്.
പത്രോസിന് കർത്താവിനെ തൊടാനും കാണാനും പറ്റി. പക്ഷെ അപ്പോഴും അവൻ മനുഷ്യരൂപമായിരുന്നു യേശു, ദൈവരൂപമല്ലല്ലോ. ഇന്ന് കർത്താവിനെ തൊടാനും അവനെ ഉൾക്കൊള്ളാനും കാണാനും നമുക്ക് പറ്റും അപ്പത്തന്റെ രൂപത്തിൽ, ദൈവരൂപത്തിൽ പറ്റില്ലല്ലോ. അപ്പൊ അന്ന് പത്രോസിനും സ്ലീഹന്മാർക്കും കന്യകാമറിയത്തിനും ഒക്കെ കൊടുത്ത മഹാഭാഗ്യം എന്താണ്? ദൈവത്തെ മനുഷ്യരൂപത്തിൽ കാണാൻ കഴിഞ്ഞു. ആ ഭാഗ്യം രണ്ടാമത്തെ ആഗമനം വരെ സകല തലമുറകൾക്കും നൽകുകയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ. അതുകൊണ്ട് കുർബാന എന്ന കൂദാശയുടെ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സമാശ്വാസത്തിന്റെ കാലങ്ങൾ വരികയാണ്. എല്ലാം യഥാസ്ഥാനത്താക്കുന്ന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചരിത്രത്തിൽ ജീവിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനെ സ്പർശിക്കാൻ, കാണാൻ ഇന്ന് നമുക്ക് കഴിയുന്നത് കൂദാശകളിലൂടെ മാത്രമാണ്. കൂദാശകളില്ലെങ്കിൽ വിശ്വാസം വെറും സങ്കല്പമായി നിൽക്കും. ഇതാണ് പെന്തക്കോസ്തക്കാരുടെയും യഹോവ സാക്ഷികളുടെയും കത്തോലിക്ക സഭ വിട്ടുപോയ സകലരുടെയും പ്രശ്നം. അതാണ്, അവർക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു മനസ്സിൽ സങ്കല്പമാണ്. നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഒരു തീരുമാനമുണ്ട്, ദൈവം നൽകുന്ന ദാനമാണ്, പ്ലസ് അത് മാംസം ധരിക്കുന്നു, വിശ്വാസം മാംസം ധരിക്കുന്നു. ഇങ്ങനെ ഈ മാംസം ധരിക്കുന്ന കൂദാശകൾ ഇല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കാലവും മനുഷ്യാവതാരത്തിന് ശേഷമുള്ള കാലവും തമ്മിൽ എന്താ വ്യത്യാസം? വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നില്ലേ? വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇന്നും അത്ര അബ്രഹാമിനുണ്ടായ വിശ്വാസം മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ അബ്രഹാമിൽ പഴയ നിയമത്തിൽ വിശ്വാസത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ വിശ്വാസത്തിന് എന്താ വ്യത്യാസം? പുതിയ നിയമത്തിൽ വിശ്വാസത്തിന്റെ വ്യത്യാസം ആ വിശ്വാസം മാംസം ധരിച്ച് കൂദാശകളായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ, അന്ന് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ കാണുകയും സ്പർശിക്കുകയും ചെയ്ത പത്രോസിനെ പോലെ ഇന്നും നമുക്ക് അവനെ കാണാനും സ്പർശിക്കാനും കഴിയുന്നു. അപ്പോൾ അബ്രഹാമിനുണ്ടായ വിശ്വാസത്തിൽ നിന്നും വ്യത്യാസമുണ്ട് നമ്മുടെ വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസം അത് വിശ്വാസമാണ്, പക്ഷെ മാംസം ധരിച്ചിട്ടില്ല. നമ്മുടേത് വിശ്വാസമാണ്, പക്ഷെ മാംസം ധരിക്കുന്നു. വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് പുതിയ നിയമത്തിലെ വ്യത്യാസം. ഞാൻ ഒന്നുകൂടി പറയാം. യുഗാന്തത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ചൊരിയലും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും. സ്ലീഹന്മാരുടെ നടപടി 2:38. പരിശുദ്ധാത്മാവിന്റെ ചൊരിയല് യുഗാന്തത്തിൽ നടക്കുന്നതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് അത് അടുത്ത വാക്യത്തിൽ കാണാൻ പോകുന്നു. ഇപ്പോൾ പശ്ചാത്തപിച്ച് യേശുവിനെ രക്ഷകനും ക്രിസ്തുമായി സ്വീകരിച്ചാൽ ആ യുഗാന്ത സംഭവങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ ചൊരിയലും വീണ്ടെടുപ്പും നമ്മിൽ നിറവേറുമെന്നാണ് പത്രോസ് പറയണേ. ഇപ്പോൾ പശ്ചാത്തപിച്ച് ക്രിസ്തുവിനെ രക്ഷകനും ക്രിസ്തുവുമായി സ്വീകരിച്ചാൽ, അത് വിശ്വാസത്തിൽ മാത്രമല്ല കൂദാശയും, വിശ്വാസം വേണം കൂദാശയും വേണം, രണ്ടും കൂടി ചെയ്താൽ ആ യുഗാന്ത സംഭവങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ ചൊരിയലും വീണ്ടെടുപ്പും നമ്മിൽ നിറവേറും. അത് പൂർണ്ണത പ്രാപിക്കുന്നത് ദ്വിതീയാഗമനത്തിലാണ്. ഞാൻ ഈ പറയുന്നത് ഇച്ചിരി കട്ടിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും നിങ്ങൾ 2, 3, 4 പ്രാവശ്യം ഒന്ന് കേട്ട് തിരുവചനം ഒന്നുകൊണ്ട് വായിച്ച് ഞാൻ പറഞ്ഞ ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തു നോക്കിയാൽ വളരെ ഗംഭീരമായ സന്ദേശമാണ് പത്രോസ് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ജെറൂസലം ദേവാലയത്തിൽ വെച്ച് പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഞാൻ വ്യാഖ്യാനിക്കണേ. ഞാൻ കൂട്ടിച്ചേർത്തിട്ടൊന്നുമില്ല. അതിനകത്തുള്ള കാര്യങ്ങൾ, ആ വാക്കുകൾ ഒന്നുകൂടി ആഴത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ശരിക്കും വചനം. ഈ 2000 കൊല്ലമായല്ലോ നമ്മുടെ സഭ. അപ്പോൾ വചനത്തിന് ആഴത്തിലേക്ക് കടക്കാൻ സമയമായി. പാല് കുടിച്ചാൽ പോരാ, ഘനമായ ഭക്ഷണം കഴിക്കണമെന്ന് ഹെബ്രായ ലേഖനത്തിലും കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സമയമായി ഘനമുള്ള ഭക്ഷണം കഴിക്കാൻ. വെറും ഭക്തി മാത്രം നിൽക്കാതെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് പോകുക. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇല്ലേ മുഖസ്തുതി പറയലാണ്. അതൊക്കെ വേണം. വിശ്വാസം എന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. ഇതുകൊണ്ടാണ് ആൾക്കാർക്ക് വിശ്വാസത്തെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമില്ല, ഭക്തിയാണ് ഇഷ്ടം. ഇല്ലേ, എന്താണ് അന്തോണീസ് പുള്ളിയാണ്ട്, യൂദാ തദ്ദേവസിന്റെ, അങ്ങനെയുള്ള കരുണയുടെ ഞായർ, ഇങ്ങനെ എല്ലാവിടെയും ഭക്തിക്കാണ് പ്രാധാന്യം. കാരണം എന്താ? ഭക്തി നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വെറും മുഖസ്തുതിയാണ്. ഇല്ലേ, മുഖസ്തുതികളാണ്. അത്ഭുത പ്രവർത്തകനായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖസ്തുതികളാണ്. വിശ്വാസം എന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് മനുഷ്യർക്ക് പൊതുവെ താല്പര്യമില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും വചനത്തിന്റെ ആഴത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് താല്പര്യമില്ലാത്തത്. ഭക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞാലോ, ഇപ്പം ഞാൻ കാനഡ വിസ കിട്ടുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ എത്രയോ പേര് വരും. ക്യാൻസർ ഭേദമാക്കുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ കുറേ പേര് വരും. തടസ്സങ്ങൾ നീക്കുന്ന ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ധ്യാനം പറഞ്ഞാൽ ആളുകൾ വരും. കാരണം എന്താണ്? അവിടെയൊക്കെ നമുക്ക് ചില സ്തുതിപ്പുകളൊക്കെ പറഞ്ഞാൽ, ചില മുഖസ്തുതികൾ പറഞ്ഞാൽ ചില അനുഗ്രഹങ്ങൾ കിട്ടും. അത് ഭക്തിയാണ്. അത് വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ പെട്ടുപോയാൽ ഈ വിശ്വാസത്തിന്റെ വെല്ലുവിളി എടുക്കാൻ നമ്മൾ മടിക്കും. സഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭക്തിയിലല്ല, വിശ്വാസത്തിലാണ്. ആ വിശ്വാസം മാംസം ധരിക്കുന്ന കൂദാശകളിലാണ്. അതിലേക്ക് നടന്നെടുക്കാൻ
ഞാൻ ഒന്നിനും വിമർശിക്കാമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ആ ഒരു അപകടം പറഞ്ഞതാണ്. ഈ വിശ്വാസം മാംസം ധരിക്കുന്ന കൂതാശകളും അതിലേക്ക് കൂടുതൽ നടന്നെടുക്കാനും ആ വിശ്വാസത്തിന്റെ വെല്ലുവിളി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് വിശ്വാസത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഓരോരുത്തരും ഏറ്റെടുക്കാൻ തയ്യാറാകണം. കാരണം നമ്മുടെ നേതൃത്വത്തിന് ക്രെഡിബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവർ പറയേണ്ട കാര്യം പറയാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമുക്ക് അവർ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയമാണ്. വിശ്വാസത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സമയമാണ്. നമ്മുടെ രക്ഷ, നമ്മുടെ സഭ അതിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഈ വീണ്ടെടുപ്പ് കർമ്മം ലോകാവസാനം വരെ തുറന്നു കൊണ്ടുപോവുക എന്ന മഹത്തായ കാര്യമാണ് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്, അല്ലാതെ തലപ്പത്തിരിക്കുന്ന 1-2 പേരല്ല. ഈ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ പ്രഭാഷണം സഹായിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.